ആഗോള രാഷ്ട്രീയ ഭൂപടത്തെ വീണ്ടും യുദ്ധഭീതിയുടെ നിഴലിലാഴ്ത്തിക്കൊണ്ട് നാറ്റോ സഖ്യത്തിന്റെ അതിർത്തികൾക്ക് തൊട്ടരികെ റഷ്യ തങ്ങളുടെ അത്യാധുനിക ആണവ അന്തർവാഹിനിയായ അർഖാൻഗെൽസ് ഉപയോഗിച്ച് കടുത്ത സൈനിക ശക്തി പ്രകടനം നടത്തിയിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും അപകടകാരിയായ ഈ അന്തർവാഹിനിയിൽ നിന്ന് P-800 ക്രൂയിസ് മിസൈൽ വിജയകരമായി തൊടുത്തുകൊണ്ടാണ് വ്ളാഡിമിർ പുടിന്റെ സൈന്യം പാശ്ചാത്യ ശക്തികൾക്ക് നേരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. റഷ്യൻ നാവികസേനയുടെ വർദ്ധിച്ചു വരുന്ന കരുത്തും ആധുനികവൽക്കരണവും അടിവരയിടുന്നതാണ് ഈ പുതിയ നീക്കം. യാസൻ M ക്ലാസിൽപ്പെട്ട ഈ അന്തർവാഹിനിയുടെ സാന്നിധ്യം തന്നെ നാറ്റോ സഖ്യരാജ്യങ്ങളുടെ പ്രതിരോധ ആസൂത്രകരെ കടുത്ത ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. റഷ്യയുടെ കപ്പൽ നിർമ്മാണ ശാസ്ത്രത്തിന്റെ അത്യന്തം അത്യാധുനികമായ മുഖമാണ് യാസൻ M ക്ലാസ് അന്തർവാഹിനികൾ പ്രതിഫലിപ്പിക്കുന്നത്. ആഴക്കടലിൽ ഒട്ടും ശബ്ദമുണ്ടാക്കാതെ സഞ്ചരിക്കാനുള്ള ഇതിന്റെ അസാധാരണമായ ശേഷിയാണ് പാശ്ചാത്യ സൈനിക വ്യൂഹങ്ങളെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുത്തുന്നത്. കടലിന്റെ അടിത്തട്ടിലൂടെ അതീവ രഹസ്യമായി ശത്രുക്കളുടെ റഡാർ കണ്ണുകളെ വെട്ടിച്ചു നീങ്ങാൻ ഈ ആണവ അന്തർവാഹിനിക്ക് കഴിയും. ഈ അത്ഭുതകരമായ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ തന്നെയാണ് അർഖാൻഗെൽസിനെ ലോകത്തെ ഏറ്റവും മാരകമായ യുദ്ധക്കപ്പലുകളിൽ ഒന്നാക്കി മാറ്റുന്നത്. ശത്രുക്കളുടെ സാന്നിധ്യം വളരെ ദൂരെ വെച്ച് തന്നെ തിരിച്ചറിയാൻ ശേഷിയുള്ള അത്യാധുനിക സോണാർ സംവിധാനങ്ങളാണ് ഈ അന്തർവാഹിനിയിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. സമുദ്രത്തിന്റെ ആഴങ്ങളിലെ ചെറിയ ചലനങ്ങൾ പോലും കൃത്യമായി ഒപ്പിയെടുക്കാൻ ഈ സോണാറുകൾക്ക് കഴിയും. അതേസമയം സ്വന്തം സാന്നിധ്യം ശത്രുക്കളുടെ സോണാർ സംവിധാനങ്ങൾക്ക് പിടികൊടുക്കാത്ത രീതിയിൽ ഒളിപ്പിച്ചു നിർത്താനും ഇതിന് പ്രത്യേക രൂപകൽപ്പനയുണ്ട്. ഈ ഇരട്ടശേഷി ആഴക്കടലിലെ യുദ്ധങ്ങളിൽ റഷ്യക്ക് വലിയ തന്ത്രപരമായ മുൻതൂക്കം നൽകുന്നുണ്ട്. പലവിധ സൈനിക ദൗത്യങ്ങൾ ഒരേ സമയം നിർവഹിക്കാൻ ശേഷിയുള്ള മൾട്ടി റോൾ ഫ്ലെക്സിബിലിറ്റിയാണ് യാസൻ M ക്ലാസിന്റെ മറ്റൊരു സവിശേഷത. ഉപരിതല കപ്പലുകളെ ആക്രമിക്കാനും മറ്റു മുങ്ങിക്കപ്പലുകളെ വേട്ടയാടാനും കരയിലെ ലക്ഷ്യങ്ങളിലേക്ക് അതിമാരകമായ മിസൈലുകൾ തൊടുക്കാനും ഇതിന് ഒരേപോലെ കഴിയും. കേവലം ഒരു പ്രതിരോധ ആയുധം എന്നതിനപ്പുറം ശത്രു രാജ്യങ്ങളുടെ ഹൃദയഭാഗത്തേക്ക് വരെ അപ്രതീക്ഷിതമായി നാശം വിതയ്ക്കാൻ ശേഷിയുള്ള ഒരു ആക്രമണ പ്ലാറ്റ്ഫോമായാണ് റഷ്യ ഇതിനെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നാറ്റോ അതിർത്തിക്ക് സമീപം വിജയകരമായി പരീക്ഷിച്ച P-800 ക്രൂയിസ് മിസൈലുകൾക്ക് പുറമെ ലോകത്തെ ഏറ്റവും വേഗതയേറിയ സിർക്കോൺ ഹൈപ്പർസോണിക് മിസൈലുകൾ വഹിക്കാനും ഈ അന്തർവാഹിനിക്ക് ശേഷിയുണ്ട്. ശബ്ദത്തെക്കാൾ 9 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുന്ന സിർക്കോൺ മിസൈലുകളെ പ്രതിരോധിക്കാൻ നിലവിലുള്ള പാശ്ചാത്യ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധ്യമല്ല. ഇത്തരം അതിമാരകമായ ആയുധങ്ങൾ ഒരു ആണവ മുങ്ങിക്കപ്പലിൽ സജ്ജീകരിക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ഭീഷണി പ്രവചനാതീതമാണ്. അമേരിക്കയുടെയും നാറ്റോയുടെയും അഭിമാനമായ എയർക്രാഫ്റ്റ് കാരിയർ സ്ട്രൈക്ക് ഗ്രൂപ്പുകളെ നേരിട്ട് ആക്രമിക്കാൻ ലക്ഷ്യമിട്ടാണ് റഷ്യ അർഖാൻഗെൽസ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്ന് സൈനിക വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. സമുദ്രങ്ങളിൽ ആധിപത്യം പുലർത്തുന്ന അമേരിക്കൻ വിമാനവാഹിനി കപ്പലുകളെ ദൂരെ നിന്ന് തന്നെ തകർക്കാൻ ശേഷിയുള്ള മിസൈലുകൾ ഈ കപ്പലിലുണ്ട്. ആഴക്കടൽ യുദ്ധമുറകളിൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ കുത്തക അവസാനിപ്പിക്കുക എന്ന പുടിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാണിത്. നാറ്റോ സഖ്യരാജ്യങ്ങളുടെ തീരപ്രദേശങ്ങൾക്ക് തൊട്ടരികെ ഇത്തരമൊരു മിസൈൽ പരീക്ഷണം നടത്തിയത് കൃത്യമായ രാഷ്ട്രീയ സൈനിക സന്ദേശമാണ് നൽകുന്നത്. യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യയെ സാമ്പത്തികമായും സൈനികമായും തളർത്താൻ ശ്രമിക്കുന്ന പാശ്ചാത്യ ശക്തികൾക്ക് തങ്ങളുടെ സൈനിക കരുത്ത് ചോർന്നു പോയിട്ടില്ലെന്ന് കാണിച്ചു കൊടുക്കുകയാണ് മോസ്കോ. റഷ്യയുടെ അതിർത്തികളിലേക്ക് നാറ്റോ സൈന്യം കൂടുതൽ അടുക്കാൻ ശ്രമിച്ചാൽ അതിനെ നേരിടാൻ തങ്ങൾ സജ്ജമാണെന്ന താക്കീതാണിത്. റഷ്യൻ നാവികസേനയുടെ ആഗോളതലത്തിലുള്ള വളർച്ച അന്താരാഷ്ട്ര സുരക്ഷാ സമവാക്യങ്ങളെ പൂർണ്ണമായും തിരുത്തിക്കുറിച്ചുകൊണ്ടിരിക്കുകയാണ്. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം തളർന്നുപോയ നാവികശേഷിയെ അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പുടിൻ വീണ്ടെടുത്തിരിക്കുന്നു. കരിങ്കടലിലും ബാൾട്ടിക് കടലിലും ആർട്ടിക് മേഖലയിലും റഷ്യൻ നാവികസേന നടത്തുന്ന സജീവമായ ഇടപെടലുകൾ ഇതിന് തെളിവാണ്. അർഖാൻഗെൽസിന്റെ ഈ പുതിയ നീക്കം അമേരിക്കൻ ഇന്റലിജൻസ് ഏജൻസികളെയും കടുത്ത ജാഗ്രതയിലാക്കിയിട്ടുണ്ട്. ഈ അന്തർവാഹിനിയുടെ ചലനങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുക എന്നത് നാറ്റോയുടെ നിരീക്ഷണ സംവിധാനങ്ങൾക്ക് വലിയൊരു വെല്ലുവിളിയാണ്. റഡാറുകളിൽ നിന്ന് പെട്ടെന്ന് തെളിയാത്ത ഇത്തരം കപ്പലുകൾ നാറ്റോ രാജ്യങ്ങളുടെ സുരക്ഷാ വലയങ്ങൾക്ക് വലിയൊരു ഭീഷണിയായി അവശേഷിക്കുന്നു. ഈ മിസൈൽ വിക്ഷേപണം കേവലം ഒരു പരീക്ഷണം മാത്രമല്ല, മറിച്ച് വരാനിരിക്കുന്ന വലിയ സൈനിക പ്രതിസന്ധികളുടെ സൂചന കൂടിയാണ്. മിഡിൽ ഈസ്റ്റിലും യൂറോപ്പിലും ഒരേ സമയം സംഘർഷങ്ങൾ പുകയുമ്പോൾ കടലിലെ തങ്ങളുടെ മേധാവിത്വം ഉറപ്പിക്കാനാണ് റഷ്യ ശ്രമിക്കുന്നത്.
സമുദ്രത്തിലെ ശക്തി ബാലൻസ് തങ്ങൾക്ക് അനുകൂലമാക്കാൻ റഷ്യയ്ക്ക് ഇതിലൂടെ കഴിയുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങളുടെ പ്രതിരോധ ബജറ്റുകൾ വർദ്ധിപ്പിക്കാനും പുതിയ മുങ്ങിക്കപ്പൽ വേട്ട കപ്പലുകൾ വികസിപ്പിക്കാനും ഈ സാഹചര്യം കാരണമാകും. അർഗാൻ ഗൽക്സ് പോലുള്ള അത്യാധുനിക ഭീഷണികളെ ചെറുക്കാൻ നിലവിലുള്ള സാങ്കേതിക വിദ്യകൾ അപര്യാപ്തമാണെന്ന തിരിച്ചറിവ് നാറ്റോയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ സമുദ്രങ്ങളിൽ കൂടുതൽ കടുത്ത നിരീക്ഷണങ്ങളും സൈനിക വിന്യാസങ്ങളും കാണാൻ കഴിയും. നയതന്ത്ര ചർച്ചകളുടെ സാധ്യതകൾ പൂർണ്ണമായും മങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ലോകം ഇപ്പോൾ ജീവിക്കുന്നത്. ആയുധ പരീക്ഷണങ്ങളും ശക്തി പ്രകടനങ്ങളും മാത്രമാണ് ഇരുപക്ഷവും ആശയവിനിമയത്തിനായി ഉപയോഗിക്കുന്നത്. ഇത് അന്താരാഷ്ട്ര തലത്തിൽ അവിശ്വാസവും അസ്ഥിരതയും വർദ്ധിപ്പിക്കാൻ മാത്രമേ ഉപകരിക്കൂ. റഷ്യയുടെ ഈ അത്യാധുനിക അന്തർവാഹിനി സ്ട്രൈക്ക് വരും വർഷങ്ങളിൽ ആഗോള ആയുധ മത്സരത്തിന് പുതിയൊരു മാനം നൽകും. കൂടുതൽ കരുത്തുറ്റ മിസൈലുകളും കൂടുതൽ നിശബ്ദമായ മുങ്ങിക്കപ്പലുകളും നിർമ്മിക്കാൻ മറ്റ് വൻ ശക്തികളും നിർബന്ധിതരാകും. കടലിന്റെ ആഴങ്ങൾ വരുംകാല മഹായുദ്ധങ്ങളുടെ പ്രധാന വേദിയായി മാറുമെന്നതിന്റെ കൃത്യമായ തെളിവാണ് അർഗാൻ ഗൽക്സ്. വ്ളാഡിമിർ പുടിൻ തന്റെ ഏറ്റവും മാരകമായ അണ്ടർ വാട്ടർ പ്ലാറ്റ്ഫോം രംഗത്തിറക്കി നാറ്റോയെ വെല്ലുവിളിക്കുമ്പോൾ അത് ആഗോള സുരക്ഷയ്ക്ക് വലിയൊരു ഭീഷണിയായി മാറുകയാണ്. അർഗാൻ ഗൽക്സിന്റെ മിസൈൽ വിക്ഷേപണം റഷ്യയുടെ നാവിക ശക്തിയുടെ പരമോന്നത അവസ്ഥയെയാണ് കാണിക്കുന്നത്. ലോകം മറ്റൊരു ശീതയുദ്ധത്തിലേക്കോ അതിലും ഭയാനകമായ ഒരു സൈനിക ഏറ്റുമുട്ടലിലേക്കോ നീങ്ങുകയാണോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം.